2017 UCL സീസണിലെ ക്വാർട്ടർ ഫൈനലിലെ ഒരു മത്സരം ഏറ്റുമുട്ടുന്നത് യുവന്റസും ബാഴ്സലോണയും. അതേ ആവേശത്തോടെ തുടങ്ങിയ മത്സരത്തിന്റെ അവസാന നിമിഷത്തിലും അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഏതൊരു ബാഴ്സലോണ ആരാധകരെയും തലകുനിക്കുന്ന റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതേ 3-0 എന്ന സ്കോറിലായിരുന്നു ആ മത്സരത്തിൽ ബാഴ്സലോണ തോറ്റിരുന്നത്. രണ്ടാം ലെഗ് പോരാട്ടത്തിൽ ഗോളുകളൊന്നുമില്ലാതെ ഗോൾ രഹിത സമനിലയും. അതേ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു ഗോൾ പോലും നേടാനാവാതെ ബാഴ്സലോണ തോറ്റിയിരിക്കുന്നു. ആ മത്സരശേഷം ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ബാഴ്സലോണയുടെ ഒരു താരം പൊട്ടിക്കരയുന്നു, ഒരു കൊച്ചുകുട്ടിയെ പോലെ. ഡാനി ആൽവേസ് അടങ്ങുന്ന യുവന്റസിന്റെ താരങ്ങളെല്ലാവരും അയാളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അയാൾ കരച്ചിൽ നിർത്തുന്നില്ല. അതെ പിന്നീട് കുറച്ചു കാലമെല്ലാം ഫുട്ബോളിലെ പല വിമർശനങ്ങൾക്കും പല ട്രോളുകൾക്കും ആമുഖമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതെ 3-0 എന്ന സ്കോറിൽ ബാഴ്സലോണ തോറ്റതോടെ യുവന്റസ് ആരാധകരുടെ ഒരുപാട് വിമർശനങ്ങളും ബാർസ കേൾക്കേണ്ടി വന്നു. അതെ ബാഴ്സലോണക്കൊരിക്കലും യുവന്റസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുവരെ. എന്നാൽ ആ വർഷം തന്നെ അവർക്കതിനുള്ള ഒരു പ്രതികാരം നൽകാനുള്ള ഒരു അവസരവും വന്നു കിട്ടുന്നു. അതെ യുവന്റസും ബാഴ്സലോണയും ഏറ്റുമുട്ടുന്ന ഒരു മത്സരം. ആ മത്സരത്തിന് വേണ്ടി ബാഴ്സലോണയുടെ 11 താരങ്ങളും ഇറങ്ങുമ്പോൾ അവരുടെ മുന്നേറ്റത്തിൽ നെയ്മർ ജൂനിയർ പ്രതികാരത്തോടെ തന്നെയായിരുന്നു ഇരുന്നത്. അന്ന് അയാൾ കരഞ്ഞത് വെറുതെയല്ലെന്ന് തെളിയിക്കാനുള്ള ഒരു നിമിഷത്തേക്കായിരുന്നു അയാൾ കടന്നു ചെന്നിരുന്നത്. അതേ യുവന്റസ് വാശിയോടെ തന്നെയായിരുന്നു ആ പോരാട്ടത്തിന് ഇറങ്ങിയത്. അങ്ങനെ ഫുട്ബോൾ പ്രേമികളെ കാത്തിരുന്ന ആ പോരാട്ടത്തിന് ബാഴ്സലോണയുടെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ച് ആദ്യം തന്നെ ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റമാണ്. ബാഴ്സലോണയുടെ താരമായ നെയ്മർ ജൂനിയർ ബോളുമായി നെയ്മറിൽ നിന്നും മെസ്സിയിലേക്ക് ഒരു പാസ്. മെസ്സി അവിടെ നിന്നും ഒരു ഷോട്ട് എടുത്തെങ്കിൽ പോലും അത് ഗോളാകുന്നില്ല. അതുകഴിഞ്ഞ് ബാഴ്സക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക്. അത് കിക്ക് എടുക്കുന്നത് ലയണൽ മെസ്സിയുടെ മികച്ചൊരു കിക്കായിരുന്നു പോസ്റ്റിലോട്ട് പോയിരുന്നത്. പക്ഷേ അത് പോസ്റ്റിന്റെ വെളിയിലാക്കാൻ എന്ന് മാത്രം. തുടർന്ന് വീണ്ടും ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റം. ബാഴ്സലോണ താരത്തിൽ നിന്നും മികച്ചൊരു ഷോട്ട്, പക്ഷേ അത് യുവന്റസിന്റെ ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ യുവന്റസിന്റെ വീണ്ടും ഒരു മുന്നേറ്റം. യുവന്റസിന്റെ താരത്തിൽ നിന്നും മികച്ചൊരു ക്രോസ്, അത് യുവന്റസിന്റെ സ്ട്രൈക്കർ മികച്ച രീതിയിൽ തന്നെ ഹെഡ് കുത്തി ഗോൾ അടിക്കുന്നു. അതേ ഒരു നിമിഷത്തേക്ക് ഗോൾ എന്ന് ഉറപ്പിച്ച നിമിഷം, പക്ഷേ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആ ഗോൾ അനുവദിക്കുന്നില്ല. എന്നാൽ ആ മുന്നേറ്റം കഴിഞ്ഞ് തുടർന്ന് തന്നെ ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റം. ബാഴ്സലോണ താരത്തിൽ നിന്നും നെയ്മറിലേക്ക് ഒരു പന്ത്. നെയ്മറിനെ തടയിടാൻ 3 ഡിഫൻഡറുകളാണ് നെയ്മർക്ക് ചുറ്റുമുണ്ടായിരുന്നത്. എന്നാൽ ആ ഡിഫൻഡർമാർക്കൊന്നും ബോൾ തൊടാനാകാതെ നെയ്മർ ജൂനിയർ മികച്ചൊരു ഷോട്ട് പോസ്റ്റിലേക്ക് എടുക്കുന്നു. അതെ ഫുട്ബോൾ പ്രേമികൾ ഒന്നടക്കം സാക്ഷിയാക്കിക്കൊണ്ട് നെയ്മർ ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. ബാഴ്സലോണ 1 യുവന്റസ് 0. ആ ഗോൾ കഴിഞ്ഞ് ഇവിടെ യുവന്റസിന്റെ മുന്നേറ്റമാണ്. യുവന്റസ് താരത്തിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചർ, പക്ഷേ അത് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റം. അതെ ഇന്നും ഓരോ ഫുട്ബോൾ പ്രേമികളും നെയ്മർ ജൂനിയർ എന്ന നാമത്തോടൊപ്പം ഒരു ഗോൾ ഓർക്കുന്നുണ്ടാകും. ഒരുപക്ഷെ നെയ്മറിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഗോൾ എന്ന് പറയാം. അതെ നെയ്മർ ജൂനിയർ ബോളുമായി വരുന്നു. അതെ പോസ്റ്റിന്റെ അകത്തു നിന്നും യുവന്റസിന്റെ താരങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് മികച്ചൊരു മുന്നേറ്റം. എന്നിട്ട് യുവന്റസ് പോസ്റ്റിലോട്ട് ഷോട്ട് എടുക്കുന്നു. അതെ ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ ഇതാ നെയ്മർ ജൂനിയർ നേടിയേക്കുന്നു, അതും ചരിത്രത്തിലേക്ക് എഴുതി ചേർത്തുകൊണ്ട്. അതെ ബാഴ്സലോണ 2 യുവന്റസ് 0. അതെ നെയ്മർ അപ്പോഴേക്കും തൻ്റെ പ്രതികാരമെല്ലാം കളിക്കളത്തിൽ ആവാഹിച്ചിരുന്നു. അത്രയും മികച്ച പ്രകടനത്താൽ അടിച്ച ആ 2 ഗോളും ഫുട്ബോൾ പ്രേമികൾ ഇന്നും മറക്കാത്തത് തന്നെയാണ്.
തുടർന്ന് ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റമാണ്. ബാഴ്സലോണൻ താരമായ ലയണൽ മെസ്സിയിൽ നിന്നും മികച്ച ഒരു ഷോട്ട്, പക്ഷേ അത് യുവന്റസിന്റെ ക്രോസ് ബാറിൽ തട്ടുന്ന കാഴ്ച. അത് കഴിഞ്ഞ് തുടർന്ന് ഇവിടെ ബാഴ്സലോണയ്ക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവർക്കതൊന്നും ഗോളടിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ തുടർന്ന് ബാഴ്സക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് എടുക്കുന്നത് ലയണൽ മെസ്സി തന്നെ. ലയണൽ മെസ്സിയുടെ മികച്ചൊരു കിക്ക്, പക്ഷേ അവിടെ നിർഭാഗ്യം അവർക്ക് കൂടെ നിൽക്കുന്നു. അത് ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്നു. അങ്ങനെ കളിയുടെ ആദ്യ പകുതിയും അവസാനിക്കുന്നു. രണ്ടാം പകുതി യുവന്റസിന്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. ഇപ്പോൾ 2 ഗോളുകൾക്ക് യുവന്റസിനെ പിന്നിലാക്കിക്കൊണ്ട് ബാഴ്സലോണ മുന്നിലാണ്. അതോടൊപ്പം തന്നെ കളി അതിന്റെ ആവേശത്തിലേക്കും എത്തുന്നു. ഇരു ടീമുകളും ഗോൾ എന്ന ലക്ഷ്യത്തോടെ തന്നെ കളിക്കുന്നു. ഇവിടെ ബാഴ്സക്ക് നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്, പക്ഷേ ഗോൾ എന്ന ഭാരം മാത്രം അവരിൽ നിന്നും അകന്നു നിന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇവിടെ ഡിബാലയിൽ നിന്നും മികച്ച ഷോട്ട്, പക്ഷേ ടെർ സ്റ്റെഗൻ എന്ന ഗോൾ കീപ്പർ അതിമികച്ച രീതിയിൽ തന്നെ ആ അപകടത്തെ ഒഴിവാക്കുന്നു. അതുകഴിഞ്ഞ് ഇവിടെ യുവന്റസിന് അനുകൂലമായി ഒരു കോർണർ, മികച്ചൊരു കോർണറായി തന്നെ അത് പോസ്റ്റിലോട്ട് പറന്നിറങ്ങുന്നു. അത് അവിടെ നിന്നും കില്ലിന് മികച്ചൊരു ഹെഡ് കുത്തുന്നു. അത് ഗോളാകുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശത്തിലാക്കിക്കൊണ്ടിതാ യുവന്റസ് കളിയിലേക്ക് തിരികെ വരുമെന്ന് ഒരു സൂചന നൽകിയിരിക്കുന്നു. യുവന്റസ് 1 ബാഴ്സലോണ 2. തുടർന്ന് ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റം. ബാഴ്സലോണ താരമായ ജോർദി ആൽബയിൽ നിന്നും ബാഴ്സലോണയുടെ മറ്റൊരു താരത്തിലേക്ക് മികച്ചൊരു പാസ്. അതെ, ബാഴ്സലോണയുടെ 6ാം നമ്പർ അണിഞ്ഞ താരത്തിൽ നിന്നും മികച്ചൊരു ഷോട്ടാണ് നമ്മൾ കാണുന്നത്, പക്ഷേ ആ ഷോട്ട് ഗോളാകുന്നില്ല. വീണ്ടും ഇവിടെ ബാഴ്സലോണക്ക് മികച്ചൊരു ചാൻസ് കിട്ടുന്നു, പക്ഷെ അതൊന്നും ഗോളാകുന്നില്ല. തുടർന്ന് ഇവിടെ യുവന്റസിന്റെ ചാൻസ്. യുവന്റസ് താരത്തിൽ നിന്നും മികച്ചൊരു പാസ്സായിരുന്നു ഇഗ്വൈനെ തേടി വന്നിരുന്നത്, പക്ഷേ ഇഗ്വൈൻ്റെ ഷോട്ട് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ബാഴ്സലോണയുടെ മുന്നേറ്റമാണ്. ബാഴ്സലോണ താരമായ റോബർട്ട്സന്റെ മികച്ചൊരു ഷോട്ട്, പക്ഷെ അതൊരു ഇഞ്ച് വ്യത്യാസത്തിൽ പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് തുടർന്ന് ഇവിടെ ബാഴ്സലോണന്റെ മികച്ചൊരു ആക്രമണം. അതെ, അതിമികച്ചൊരു ആക്രമണമായിരുന്നുവെങ്കിലും അത് അവസാനിക്കുന്നത് യുവന്റസിന്റെ ഗോൾ കീപ്പറിന്റെ കയ്യിൽ കിട്ടിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇവിടെ ബാഴ്സലോണ താരമായ സെർജിയോ റോബർട്ടോയിൽ നിന്നും മികച്ചൊരു ചാൻസ്. അതെ, സെർജിയോ റോബർട്ടോ യുവന്റസ് താരത്തെ മറികടന്നുകൊണ്ട് ഒരു ഷോട്ട് എടുത്തെങ്കിലും അതും ലക്ഷ്യം കാണാതെ പോകുന്നു. തുടർന്ന് ബാഴ്സക്ക് അനുകൂലമായി കിട്ടിയ ഫ്രീ കിക്കും പായായി കളയുന്നു. അങ്ങനെ കളി അതിൻ്റെ അവസാന വിസിലും മുഴങ്ങുന്നു. ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന ആ മത്സരത്തിൽ 2-1 എന്ന സ്കോറിൽ ഇതാ ബാഴ്സലോണ ജയിച്ചിരിക്കുന്നു. അതെ, ഒരു പക്ഷേ 3 ഗോളുകൾ തിരികെ അടിക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിരിക്കുമായിരുന്നില്ല, പക്ഷേ നെയ്മർ ജൂനിയർ തൻ്റെ പ്രതികാരം ആ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു. 2 മികച്ച ഗോളുകളാണ് നെയ്മർ ജൂനിയറിന്റെ കാലിൽ നിന്നും ലോക ഫുട്ബോൾ കണ്ടത്. അതെ, നെയ്മർ ജൂനിയറിന്റെ പേരിൽ ഇന്നും ആ മത്സരം ഫുട്ബോൾ ലോകത്ത് കുറിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലത്തെ ഫുട്ബോൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമേ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.